ഹലോ, വെൽക്കം ബാക്ക്. സുഖമല്ലേ എല്ലാവർക്കും? നമ്മളിന്ന് ഒരു അടിപൊളി ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോണേ. ചെറുപയർ പരിപ്പ് പായസം അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ഇഷ്ടമല്ല എന്നറിയാം, പക്ഷേ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടമാകുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അളവും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് നല്ലതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഈ കാണുന്ന ഒരു കപ്പിൽ നിറച്ചും ശർക്കര എന്ത് ചെയ്യുന്നു കുത്തിയെടുത്തിട്ട് അതാകുമ്പോൾ വേഗം പാനിയായി കിട്ടും. എന്നിട്ട് ഈ കാണുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. ഇനി അത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വട്ടം എന്ത് ചെയ്യണം, നന്നായി ഒന്ന് കഴുകിയിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇത് ഒരു വട്ടമാണ് നമ്മൾ കഴുകുന്നത്, കൂടുതൽ കഴുകേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 3 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ചെറുപയർ പരിപ്പിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക, മൂടി വയ്ക്കുക. ഒരു 3-4 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടണ പരുവെന്ന് പറഞ്ഞാൽ വല്ലാതെ പേസ്റ്റ് പോലെ ആയി പോകരുത്, എന്നാൽ നമുക്ക് പരിപ്പായിട്ട് കാണാൻ വേണം. അങ്ങനെയാണ് ശരിക്കും ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ബാക്കി നമ്മൾ ഉരുളിയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2ാം പാലും കൂടിയും ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ല സെറ്റായിട്ട് വരും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വരും. ഇനി ഈ തിക്നെസ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ്സ് വരുമ്പോഴാണ് 1ാം പാൽ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ വല്ലാതെ ലൂസായി പോവും. അപ്പോൾ ആവശ്യമുള്ള തിക്നെസ്സായി എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം, 1ാം പാലാണ് ചേർക്കേണ്ടത്. 1ാം പാൽ ചേർത്ത് തിളപ്പിക്കരുത്, തീ ഓഫ് ചെയ്ത് വയ്ക്കാം. 1ാം പാലിന് വേണ്ടിയിട്ട് ഞാനൊരു 4 പിടി തേങ്ങ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ് 1ാം പാലിന് റെഡിയാക്കിയെടുത്ത അളവ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ആവശ്യമുള്ള തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് ചേർക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. അണ്ടിപ്പരിപ്പും ഒന്നും ചേർത്തില്ലെങ്കിലും പിന്നെയും കുഴപ്പമില്ല, പക്ഷേ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുന്തിരി സ്വതവേ ചേർത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ചെറുപയർ പരിപ്പിൽ. അപ്പം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് ഇടാം. അണ്ടിപ്പരിപ്പും ഒക്കെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ, നോ പ്രോബ്ലം. ഇനി നമ്മളിതിലേക്ക് ഒരു 3-4 നുള്ളി ജീരകവും ഒരു 3-4 ഏലക്കായും കൂടി നന്നായി കുത്തി ചതച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, മിക്സിയിലല്ല. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക, മൂടി വയ്ക്കുക. നല്ല കറക്റ്റായിട്ടുള്ളൊരു തിക്നെസ്സിൽ കണ്ടില്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല പാലട പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ തിക്നെസ്സും അല്ല എന്നാൽ കുറവും അല്ല, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. നല്ല അടിപൊളി പായസമാണ്, ട്രൈ ചെയ്ത് നോക്കൂ.